ദേവനായാലും അസുരനായാലും മനുഷ്യനായാലും മനസ്സിൽ അഹങ്കാരം നിറഞ്ഞാൽ വലിയ അപകടങ്ങളുണ്ടാവും. എന്തിന്? ജീവൻ തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ മനുഷ്യർ പെടാതിരിക്കാൻ വേണ്ടി പുരാണ ഇതിഹാസ ഗ്രന്ഥങ്ങളിൽ ധാരാളം കഥകളുണ്ട്. അത്തരത്തിൽ ഉള്ള ഒരു കഥയാണ് നമ്മളിന്ന് പറയുന്നത്. കുബേരൻ്റെ കഥ, കുബേരൻ്റെ അഹങ്കാരം. ഒരിക്കൽ കുബേരൻ മഹാദേവനെ കാണാൻ കൈലാസത്തിലെത്തുന്നു. നമ്മളിപ്പോൾ ഏതെങ്കിലും വീട്ടിലേക്ക് വിരുന്നിന് പോവുകയാണെങ്കിൽ അവിടെ പ്രായമായ ഓരോ കുട്ടികളും ഉണ്ടെങ്കിൽ അവർക്ക് ഫ്രൂട്ട്സ്, പഴങ്ങൾ, മിഠായികൾ, അങ്ങനെയുള്ള സമ്മാനങ്ങളൊക്കെ കൊണ്ടാണ് പോകുന്നത്. കുബേരൻ മഹാദേവനെ കാണാൻ പോകുമ്പോഴും 18 സുന്ദരികളായ കന്യകമാരുടെ കൈകളിൽ, താലങ്ങളിൽ ധാരാളം അതിവിശിഷ്ടമായ ഫലങ്ങളുമായിട്ടാണ് മഹാദേവനെ കാണാൻ പോകുന്നത്. കൈലാസത്തിലെത്തി മഹാദേവനെ കണ്ടു, നമസ്കരിച്ച് കന്യകമാരുടെ കൈകളിൽ ഇരുന്ന താലത്തിൽ ഫലങ്ങളെല്ലാം മഹാദേവൻ്റെ കാൽക്കൽ സമർപ്പിച്ചു. ഈ സമയത്താണ് ഗണേശൻ, കുട്ടിയായ ഗണേശൻ ഇത് കാണുന്നു. കുട്ടി ഗണപതിയാണ്. ഗണപതി വന്ന് നോക്കുമ്പോൾ ഇത്രയും പഴവർഗ്ഗങ്ങളൊക്കെ ഇങ്ങനെ വലിയ വലിയ താലങ്ങളിൽ വെച്ചിരിക്കുകയാണ്. ഗണപതി ഓടി വന്നു ഈ താലങ്ങളിലൊക്കെ ഉള്ള ഫലങ്ങളെല്ലാം എടുത്ത് നിമിഷ നേരം കൊണ്ട് ഈ 18 താലങ്ങളും കാര്യം, ഈ 18 താലങ്ങളും അടുക്കിയെടുത്ത് ഒരു വശത്തേക്ക് ഇറങ്ങി ഗണപതി തിരിച്ചുപോയി. ഇത് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് കുബേരൻ. ഇത്രയും വലിയ മഹാദേവന്റെ പുത്രനാണ്, ഇത്രയും ഈ ലോകത്തിൻ്റെ, ഈ സർവത്തിൻ്റെയും രക്ഷകനായ മഹാദേവന്റെ പുത്രനാണ്. എത്ര ആക്രാന്തമാണ്! ഇത്രയും ഈ കുട്ടിയുടെ ഗണേശൻ്റെ ആക്രാന്തം കണ്ടു കഴിഞ്ഞാൽ എന്ത് ദാരിദ്ര്യമാണ് കൈലാസത്തിൽ എന്ന് ചിന്തിക്കുകയാണ് ആര്? കുബേരൻ. അപ്പോൾ കുബേരൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് മഹാദേവനെ നോക്കി. മഹാദേവൻ ഒരു പുഞ്ചിരിയോടുകൂടിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പാർവതീദേവിയെ നോക്കി. അവർക്കും ഒരു കുസലുമില്ല. പാർവതീദേവിയും പുഞ്ചിരിയോടുകൂടിയിരിക്കുകയാണ്. കുബേരൻ മനസ്സിലാലോചിച്ചു, ഇതൊരവസരമാണ്. ഇവരെ നമ്മളെ മഹാദേവനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും തൻ്റെ രാജധാനിയിലേക്ക് ക്ഷണിക്കാം, ഒരു സൽക്കാരം കൊടുക്കാം. അതിലൂടെ തൻ്റെ സമ്പത്തിനെക്കുറിച്ച് മഹാദേവനെ അറിയിക്കുകയും ചെയ്യാം. അങ്ങനെ കുബേരൻ മഹാദേവനോട് പറയുകയാണ്, പ്രഭു, അങ്ങ് എൻ്റെ രാജധാനിയിലേക്ക് വരണം, കുടുംബസമേതം വരണം, ഞാൻ അങ്ങയെ ഒന്ന് സൽക്കരിക്കാൻ ആഗ്രഹിക്കും. മഹാദേവൻ ചിരിച്ചു. ലക്ഷക്കണക്കിന് വരുന്ന ഭൂതഗണങ്ങളുണ്ടെനിക്ക്, അവരെ എല്ലാവരെയും കൂട്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കാൻ കഴിയുമോ, സൽക്കരിക്കാൻ കഴിയുമോ? കുബേരൻ പറഞ്ഞു, കഴിയുമോ? അങ്ങ് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, അങ്ങയുടെ മുഴുവൻ ഭൂതഗണങ്ങളെയും കൂട്ടി എൻ്റെ കൊട്ടാരത്തിലേക്ക് വരിക. മഹാദേവൻ പിന്നെയും ചോദിച്ചു, അത് കഴിയുമോ? കഴിയും, അങ്ങ് തീർച്ചയായിട്ടും വരണം. അങ്ങയുടെ എത്ര ലക്ഷം ഭൂതഗണങ്ങളുണ്ടെങ്കിൽ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരിക, ഞാൻ അവരെ സൽക്കരിക്കാം, എനിക്കതിന് കഴിയും. മഹാദേവൻ ഒരു ദിവസം നിശ്ചയിച്ചു, കുബേരനെ അറിയിച്ചു. കുബേരൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് പോയത്. കാരണം തൻ്റെ ധനത്തിൻ്റെ പ്രൗഢി മഹാദേവനെ ഒന്ന് കാണിക്കാനുള്ള അവസരമാണ് മുന്നിൽ വരുന്നത്. തൻ്റെ കൊട്ടാരത്തിലെത്തിയ കുബേരൻ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള പാചക വിദഗ്ധരെയെല്ലാം വിളിച്ചു കൂട്ടി. അവർക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു. നിശ്ചയിച്ച ദിവസത്തിലേക്ക് ഭക്ഷണങ്ങൾ തയ്യാറാക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. 100 കണക്കിന് ഭക്ഷണശാലകൾ, ഭക്ഷണം നിർമ്മിച്ച് അതിനെ സംരക്ഷിച്ചു വെക്കാനുള്ള ഇടങ്ങൾ, പാചകപ്പുരകൾ, അങ്ങനെ ഭയങ്കരമായ സംവിധാനങ്ങൾ ഒരുക്കുകയാണ്. ഒരു പാചകക്കാരനും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് ഒരു വിഭവം ഉണ്ടാക്കാനുള്ള ഉത്തരവ് നൽകി. അതേപോലെ ചോറുണ്ടാക്കാനാണെങ്കിൽ ചോറ് വെച്ച് റെഡിയാക്കി ഒരു ഹാള്, വളരെ വിശാലമായ മണ്ഡപങ്ങളാണ് ഒരുക്കിയിരിക്കുന്ന. മണ്ഡപത്തിൽ ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുകയാണ്. അതേപോലെ ഒരു പാചക വിദഗ്ധൻ്റെ നേതൃത്വത്തിലാണ് സാമ്പാർ ഉണ്ടാക്കുക. സാമ്പാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണർ പോലെയുള്ള പാത്രങ്ങളിൽ നിറച്ചിങ്ങനെ ഒരു വലിയ വിശാലമായ മണ്ഡപങ്ങളിൽ നിർത്തി വെച്ചിരിക്കുകയാണ്. അതേപോലെ
വാഴക്കുലകൾ, എണ്ണിയാലൊടുങ്ങാത്ത വാഴക്കുലകൾ, പഴങ്ങൾ ഇങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ്. ശർക്കര വരട്ടി, ഉപ്പേരി എന്ന് വേണ്ട ഒരു സദ്യയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ കുബേരൻ ഒരുക്കി. മഹാദേവനെ വിളിച്ചുകൊണ്ട് വന്നു. കൈലാസത്തിൽ നിന്ന് തൻ്റെ കൊട്ടാരത്തിലേക്ക് വരുന്ന പാതയെല്ലാം പട്ടുവിരിച്ച് ഇരുവശങ്ങളിലും കൊലവാഴ നാട്ടി നിർത്തി അതിൻ്റെ ചുവട്ടിൽ തങ്കപ്പതക്കമണിഞ്ഞ സുന്ദരികളായ പെൺകുടികമാരെ താലപ്പൊലിയേന്തി അണിനിർത്തി. മഹാദേവനെ ക്ഷണിക്കാൻ വേണ്ടി കുബേരൻ ചെന്നു. മഹാദേവൻ പറഞ്ഞു, ആദ്യം ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ വരാം, ഗണേശനെ ആദ്യം കൊണ്ടുപോയിക്കോളൂ. കുബേരൻ വന്നു. സന്തോഷം, ഗണേശനെ കൊണ്ടുപോകാം. കുബേരൻ്റെ രഥത്തിൽ ഗണേശനെയും കയറ്റി കൊട്ടാരത്തിലേക്ക് യാത്രയായി. പിന്നാലെ മഹാദേവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മഹാദേവന് ഭൂതഗണങ്ങൾ പിന്നാലെ വരും. തൻ്റെ കൊട്ടാരത്തിൻ്റെ അരികിലെത്തി ഗണേശൻ ദൂരെ നിന്ന് കാണുന്നുണ്ട് ഈ പന്തലും സംഭവങ്ങളൊക്കെ ഒരുക്കി നിർത്തിയേക്കുന്നത്. അപ്പോൾ ആ പന്തലുകൾ ഭക്ഷണശാലയ്ക്കും പന്തലിനും കൊട്ടാരത്തിനും മുന്നിലേക്ക് എത്തുന്നതിന് മുമ്പ് വലിയൊരു ആർച്ച് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ആർച്ചിൻ്റെ അടുത്ത് രഥം എത്തിയപ്പോൾ ഗണേശൻ തേരാളിയോട് പറഞ്ഞു, നിർത്തും. ഗണേശൻ പതുക്കെ രഥത്തിൽ നിന്നിറങ്ങി. രഥത്തിൽ നിന്നിറങ്ങി ഗണേശൻ മുന്നിലോട്ട് നോക്കുമ്പോൾ കണ്ണത്തോളം അപ്പുറത്തോളം സുന്ദരിമാർ താലപ്പൊലിയിൽ നിൽക്കുകയാണ്. കൊള്ളാം. ഗണേശൻ അവരെ ഒന്ന് നോക്കി, അതിൻ്റെ മുകളിലുള്ള വാഴക്കൊലയൊന്ന് നോക്കി. കുലവാഴ ഇങ്ങനെ കൂമ്പുമൊക്കെ ആയിട്ട് ഇവർക്ക് പിന്നിൽ ഇങ്ങനെ അലങ്കരിച്ച് നിർത്തിയേക്കാണ്. ഗണേശൻ ഓടിച്ചെന്നു ഈ സുന്ദരിമാരുടെ കയ്യിലിരിക്കുന്ന താലപ്പൊലിയുടെ തട്ടത്തിലേക്ക് നോക്കി. തേങ്ങ ഒരെണ്ണമുണ്ട്. ആ കത്തുന്ന നാളും എടുത്ത് താഴെ കളഞ്ഞിട്ട് ആ തേങ്ങ ആദ്യം കഴിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് നേരെ ഒന്ന് പൊങ്ങിച്ചാടിയ വാഴ പിടിച്ച് ചരിച്ചു. വാഴക്കൊല അങ്ങനെ തന്നെ എടുത്തു തിന്നു. ഇങ്ങനെ ആ നിരനിരയായിട്ട് നിന്ന സർവ സുന്ദരിമാരുടെയും താലത്തിലുള്ള തേങ്ങയെടുത്ത് തിന്നുകയും ചെയ്തു. വാഴക്കൊലയെടുത്ത് വാഴ ഒടിച്ച് വീഴ്ത്തി വാഴക്കൊലയെടുത്ത് വീഴുകയും ചെയ്തു. നിമിഷം നേരം കൊണ്ട് ആൾക്കാരെല്ലാം ഭയചകിതരായി പല ഭാഗത്തേക്ക് മാറി. അത് കഴിഞ്ഞ് ഗണേശൻ നോക്കുമ്പോഴാണ് ആയിരക്കണക്കിന് വാഴക്കൊലകൾ അടുക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ ഒരു മണ്ഡപമാണ്. അതിലേക്ക് കടന്നു. ഓരോ വാഴക്കൊലയെടുത്ത് പതുക്കെ എഴുതാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പപ്പടം കാച്ചി കൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ കടന്ന് പപ്പടങ്ങളൊക്കെ തുമ്പിക്കോയി കൊണ്ട് ചുരുട്ടിയെടുത്ത് വാരി വീഴുകയാണ്. നിമിഷം നേരം കൊണ്ട് കാലിയായി. അത് കഴിഞ്ഞ് സാമ്പാർ തുമ്പിക്കൈയിട്ടു. ഭയങ്കരമായ ചെമ്പുകളിലിരുന്ന സാമ്പാറിലേക്ക് തുമ്പിക്കൈയിട്ട് പതിട്ട് ഒന്ന് വലിച്ചു. ഓരോ നിമിഷം കൊണ്ട് ഓരോ പാത്രവും തീർന്നു. പാത്രമൊക്കെ ചവിട്ടിയെടുത്ത് ദൂരേക്ക് കളഞ്ഞു. അത് കഴിഞ്ഞ് അവിയൽ ഭയങ്കര ഉരുളികളിൽ അവിയലേക്ക് കളിച്ചിരിക്കുകയാണ്. ഗണേശൻ തുമ്പിക്കൈ കൊണ്ട് അവിയലും കൊണ്ട് പിടിച്ച് പിഴുങ്ങി ഉരുളിയെടുത്ത് ദൂരോട്ടറിഞ്ഞ്. എന്തിനധികം പറയുന്നു, ശർക്കര വരട്ടി, ഉപ്പേരി. ഗണേശൻ അങ്ങോട്ട് കയറുന്നതാണ് വലിയൊരു ഭക്ഷണശാലയിലുള്ള എല്ലാം തിന്ന് തീർത്തിട്ട് ആ പാത്രവും എടുത്തെറിഞ്ഞിട്ടാണ് തിരികെ ഇറങ്ങി വരുന്നത്. ജനങ്ങൾ, അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും, പരിചാരകരും, പിന്നെ പാചകവിധത്തിലും സർവരും നാനാഭാഗത്തേക്ക് ഓടി മറിയുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. അവസാനം എല്ലാം ചെയ്ത് തീർത്തിട്ട് വന്ന ഗണേശൻ നേരെ കുബേരൻ്റെ മുന്നിൽ നിൽക്കുക. എനിക്ക് വിശക്കുന്നു, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ തിന്നും. കുബേരൻ ഞെട്ടിപ്പോയി. എന്ത് ചെയ്യും? ലക്ഷക്കണക്കിന് ആൾക്കാർക്കുള്ള ഭക്ഷണങ്ങൾ മുഴുവൻ തിന്നു തീർത്തിട്ട് തൻ്റെ മുന്നിൽ നിന്ന് തന്നെ തിന്നുമെന്നാണ് പറയുന്നത്. ഇത്രയും തിന്നു തീർക്കാമെങ്കിൽ എന്നെയും തിന്നും, ഉറപ്പാണ്. ഭയന്ന് വിറച്ച കുബേരൻ ജീവനും കൊണ്ട് ഓടുകയാണ് പിന്നാലെ ഗണേശനും. ഓടി രക്ഷിക്കാൻ മഹാദേവനെ കഴിയുമെന്ന് കുബേരന് മനസ്സിലായി. ഓടി ചെന്ന് കൈലാസത്തിൽ മഹാദേവൻ്റെ കാൽക്കൽ പോയി വീണു. പിന്നാലെ ഗണപതി എത്തി. മഹാദേവനെന്ന് നോക്കി. ഗണപതി അവിടെ നിന്നു. പിന്നെ തിരിഞ്ഞൊരു വശത്തേക്ക് പോയി. കുബേരൻ മഹാദേവൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, മഹാദേവ ക്ഷമിക്കണം, അറിവില്ലാതെ പറ്റിപ്പോയതാണ്. മഹാദേവൻ ഒന്നും പറഞ്ഞില്ല, ഒന്ന് ചിരിച്ചു.
ഇതുകൊണ്ട് അഹങ്കാരം മനസ്സിനെ ബാധിച്ചാൽ ഇതുപോലുള്ള ദുരന്തങ്ങളുണ്ടാവും, ജീവൻ തന്നെ നഷ്ടമാകും. അതിനുവേണ്ടിയാണ് ഈ കഥ പുരാണത്തിലുള്ളത്. അപ്പോൾ ഇനി മറ്റൊരു കഥയുമായി കാണാം. നന്ദി, നമസ്തേ, വണക്കം.